മൗത്ത് അൾസർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാർ, ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ആൾക്കാർ, ഇവരെല്ലാവരും തന്നെ മീൻസ് കുറേ ആളുകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് മൗത്ത് അൾസർ. ഈ മൗത്ത് അൾസർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് ഭക്ഷണം ചെയ്യാൻ പറ്റത്തില്ല, കോൺസെൻട്രേറ്റ് ആയിട്ട് ജോലി പോലും ചെയ്യാൻ പറ്റത്തില്ല. അൾസർ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? ചിലപ്പോൾ നമുക്ക് ട്രോമാറ്റിക് അൾസർ ആവും, അതായത് നമ്മൾ ബ്രഷ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു മുറിവുണ്ടായി, അതിൽ നിന്ന് അൾസർ ഉണ്ടാവും. അതല്ലെങ്കിൽ നമുക്ക് ആഫ്റ്റർ അൾസേഴ്സ് പോലെ വരാം. ആഫ്റ്റർ അൾസർ വരുന്നത് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ, നമുക്ക് ഭക്ഷണം കറക്റ്റായിട്ട് കഴിക്കാത്തത്, അതുപോലെ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസും കാരണം നിങ്ങൾക്ക് ആഫ്റ്റർ അൾസേഴ്സും കാര്യങ്ങളും വരാം. അപ്പോൾ എന്താണ് നമുക്ക് അൾസറിന് ചെയ്യാൻ പറ്റുക? അൾസറിന് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ഡെന്റിസ്റ്റിനെ കാണുക. അപ്പോൾ നമുക്കിപ്പോൾ ഡെന്റിസ്റ്റിനെ കണ്ടു കഴിയുമ്പോൾ അവരെന്താ മരുന്ന് തരിക? ആദ്യം ഒരു നമ്പിങ് ജെല്ല് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഭാഗം നമ്പാക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഉണങ്ങാനുള്ള ചെറിയ സ്റ്റിറോയിഡൽ ക്രീംസ് ഉണ്ട്, അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അൾസേഴ്സ് ഹീൽ ആവും. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് പ്രൊബയോട്ടിക് കേർഡ്, അതായത് നമ്മുടെ വയറ്റിലെ ഗട്ടിലെ നല്ല ബാക്ടീരിയ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കേർഡ് കഴിക്കുക. അങ്ങനെയുള്ള കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൾസേഴ്സ് വരുന്നതിന്റെ ഫ്രീക്വൻസി കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് തേൻ, ഹണി കൺസ്യൂം ചെയ്യുന്നത് നിങ്ങളുടെ അൾസേഴ്സിന്റെ ഫ്രീക്വൻസി കുറയ്ക്കാൻ സഹായിക്കും. ഇനി അതേപോലെ തെറാപ്യൂട്ടിക് പാച്ചസ്, അതായത് അൾസേഴ്സിന് ചുറ്റും നമുക്ക് പുറത്ത് ഒട്ടിച്ചു വെക്കുന്ന ടൈപ്പ് ഹീലിംഗ് ആയിട്ടുള്ള പാച്ചസ് ഉണ്ട്, ആ തെറാപ്യൂട്ടിക് പാച്ചസ്, അത് അപ്ലൈ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ അൾസേഴ്സിന് നമുക്ക് ആ ലോക്കൽ ആയിട്ട് അതിന്റെ മെഡിസിൻസ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ആൾസർ ഹീൽ ആവുകയും ചെയ്യും. അപ്പോൾ ആൾസർ ഉണ്ടെങ്കിൽ നിങ്ങൾ അധികം സ്പൈസി ഉള്ള ഫുഡ് കഴിക്കാതിരിക്കുകയും കൂടെ ചെയ്യണം.